നേമത്ത് കോൺഗ്രസ് BJPയെ വിജയിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. നേമത്തെ BJP വിരുദ്ധ സെക്കുലർ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിന് കോൺഗ്രസ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. എങ്ങനെയൊക്കെ BJP വിരുദ്ധ സെക്കുലർ വോട്ടുകൾ വിഭജിക്കാം, ഭിന്നിപ്പിച്ചു കളയാം എന്ന തീവ്ര പരിശ്രമത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ നേതൃത്വം. ഇത് അങ്ങേയറ്റം ഗൗരവ സ്വഭാവമുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളും BJPയുടെ ഉന്നത നേതാക്കളും തമ്മിലുള്ള കൂടിയാലോചനകളുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ ടീമും ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം BJPക്ക് ഭൂരിപക്ഷമില്ലാത്ത, BJPക്ക് വോട്ടില്ലാത്ത പ്രദേശങ്ങളിലാണ് കോൺഗ്രസിൻ്റെ മുഴുവൻ പ്രചരണ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. BJPക്ക് ഒരു വോട്ട് പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ, BJPക്ക് ഇന്ന് വരെ കൗൺസിലർമാരില്ലാത്ത സ്ഥലങ്ങൾ, ആ ബെൽറ്റുകളിലാണ്, ആ സ്ഥലങ്ങളിലാണ് പൂർണ്ണ സമയം UDFൻ്റെ സ്ഥാനാർത്ഥി ചെലവഴിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ അവരുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പരിപാടി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ജില്ലയിൽ വന്ന കോൺഗ്രസ് നേതാക്കളുടെ പരിപാടികൾ, ഇതെല്ലാം നിയമമണ്ഡലത്തിൽ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, നിയമമണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോക്കാൻ നിൽക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിത് പറയുന്നത് വേറെ തരത്തിലല്ല. ഇതുവരെയുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് 3ാം സ്ഥാനത്താണ്. അതിൽ നിന്ന് കയറി വരാൻ കഴിയുന്ന ഒരു മാജിക്കലായ സാഹചര്യമൊന്നും ഇന്ന് നേമത്തോ കേരളത്തിലോ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ലഭിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, KPCC നേതൃത്വം പരിപാടി നിശ്ചയിച്ചു കൊടുക്കുന്ന വിവിധ പരിപാടികൾ, ഇപ്പോൾ രേവന്തിൻ്റെ പരിപാടി, തെലങ്കാന CMൻ്റെ പരിപാടി നിശ്ചയിച്ചു കൊടുക്കുന്നത് ആരാ? KPCCയുടെ നേതൃത്വം നിശ്ചയിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് ആരാ? അപ്പോൾ അതെല്ലാം നേമത്ത് കൊടുക്കുകയാണ്. നേമത്ത് കൊടുക്കുമ്പോൾ നേമത്ത് തന്നെ ഇവിടെ കൊടുക്കുന്നു. BJPക്ക് ഒരു സ്വാധീനവും ഇല്ലാത്ത കേന്ദ്രങ്ങളിലാണ്. അത് BJPക്ക് സ്വാധീനമില്ലാത്ത സെക്കുലർ വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കുന്നതിന്, അതിലൂടെ BJPയെ രക്ഷിക്കുന്നതിനും BJPയെ വിജയിപ്പിക്കുന്നതിനും കോൺഗ്രസ് നേമത്ത് ആസൂത്രിതമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യം. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ, അവിടുത്തെ UDFൻ്റെ സ്ഥാനാർത്ഥിയും ഒളിച്ചുകളി അവസാനിപ്പിച്ച് പരസ്യമായി പറയാൻ തയ്യാറാകണം. നിങ്ങൾ BJP വോട്ട് ചെയ്യാനുള്ള ആഹ്വാനത്തിലാണെങ്കിൽ ആഹ്വാനം കൊടുത്താൽ മതി. എന്തിനാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്, ജനങ്ങളെ പറ്റിക്കുന്നത്? അങ്ങ് ആഹ്വാനം കൊടുത്താൽ പോരെ? എന്താണ് KPCCയുടെ നേതൃത്വം ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? ഏറ്റവും സെൻസിറ്റീവായ അവിടെ BJP ഒരിക്കൽ വിജയിച്ച, അത് കോൺഗ്രസിൻ്റെ ചെലവിലാണ് വിജയിച്ചത്. അന്ന് 13,000 വോട്ട്, കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെയാണ് അന്ന് UDFൻ്റെ സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെട്ടത്. ആ ചരിത്രമുള്ളൊരു മണ്ഡലത്തിൽ കോൺഗ്രസ് അങ്ങേയറ്റത്തെ അപകടകരമായ രാഷ്ട്രീയ കളി BJPക്ക് വേണ്ടി കളിക്കുന്നു എന്നുള്ളതാണ് CPIMന് ഉന്നയിക്കാനുള്ള, LDFന് ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം.